ओम शांति। आज आप सबके बीच में पहुंचकर और यहाँ के रूहानी वातावरण को देखते हुए हमें बहुत हर्ष हो रहा है। ഓം ശാന്തി. ഇന്ന് നിങ്ങളെല്ലാവരുടെയും ഇടയിൽ വന്നപ്പോൾ കണ്ട ഈ ആത്മീയമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വളരെയധികം ഞാൻ സന്തുഷ്ടയായി. आप सभी वो भाग्यशाली आत्माएं हैं जिनको तपस्या की लगन है। भट्टी करना माना तपस्या करना। നിങ്ങളെല്ലാം തന്നെ ഭാഗ്യശാലി ആത്മാക്കളാണ്. നിങ്ങൾക്ക് തപസ്സിൻ്റെ അഗ്നി കത്തിപ്പിക്കാനുള്ളതായിരിക്കുന്ന ചാൻസ് കിട്ടി. എന്നുവെച്ചാൽ അർത്ഥം തപസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. और ही कितना अच्छा है कि आप इस रिट्रीट सेंटर में ज्ञान सरोवर ही नाम है ना जी बहन। हाँ, ज्ञान का जो सरोवर है, शास्त्रों में उसे मान सरोवर के नाम से लिखा गया है। सब सुनते पढ़ते हैं और समझते हैं कि उसमें डुबकी लगाने से परिज़ादा बन जाते हैं, हाँ परी बन जाते हैं। तो आप सभी कितनी भाग्यशाली आत्माएं हैं जो इस ज्ञान की गहराई में जाने से, योग की ऊंचाई में भट्टी में जाने से सचमुच ही परिज़ादे और परियां बन रहे हो। നിങ്ങളെല്ലാവരും ഇവിടെ ജ്ഞാന സരോവരത്തിൽ ഇരിക്കുകയാണല്ലോ. ഇതിൻ്റെ പേര് ജ്ഞാന സരോവരാണ്. അപ്പോൾ ഭാഗ്യശാലികളാണ്. ജ്ഞാന സരോവരം എന്നത് ഭക്തിയിൽ മാനസരോവരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനസരോവരത്തിൽ മുങ്ങുന്നവരൊക്കെ മാലാഖമാരായി തീരും എന്നതാണ് സങ്കല്പം. ഇവിടെ വാസ്തവത്തിൽ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് പോയി യോഗയുടെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ട് മാലാഖമാരാവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. क्योंकि इतने बेहद के वातावरण में, पवित्र और शक्तिशाली वाइब्रेशन में बाबा की याद कंटिन्यू रहना बहुत आसान हो जाता है. ഈ പവിത്രമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ബാബയുടെ ഓർമ്മ നിരന്തരമായി നിൽക്കുക എന്നത് വളരെ സഹജമാണ്. और आप सभी भी यही चाहते हैं ना कि निरंतर बाबा याद रहे. നിങ്ങളൊക്കെ അതല്ലേ ആഗ്രഹിക്കുന്നത്, നിരന്തരമായി ബാബയെ ഓർമ്മിക്കണം. और अभी तो यहाँ आपको और कोई काम है नहीं. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. है कोई दूसरा काम? ഉണ്ടോ വേറെ വല്ല ജോലി? सब फ्री हो, तन से भी मन से भी. ऑफिस भी नहीं जाना, दुकान नहीं जाना, कोई कारोबार की ज़रूरत नहीं, माताओं को भी कोई भंडारा नहीं संभालना. चलो थोड़ा बहुत सहयोग देंगी भी तो बाबा की याद और भट्टी करते हुए. तो ये कितना अच्छा आपने चांस लिया जो अपनी तपस्या को इतना शक्तिशाली बनाने का. ഇവിടെയാണ് നിങ്ങൾ എല്ലാ രീതിയിലും ഫ്രീ അല്ലേ. മനസ്സുകൊണ്ടും ഫ്രീ ആണ്, ശരീരം കൊണ്ട് ഫ്രീ ആണ്. ഓഫീസിലെ കാര്യങ്ങളില്ല, ഷോപ്പിൽ പോകേണ്ടതില്ല, അതൊന്നും നോക്കണ്ട. ഇനി അമ്മമാർക്കാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് കാര്യം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും കുറച്ചൊരു സഹയോഗം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ബാബയുടെ ഓർമ്മയിൽ ഭട്ടിയിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും ഭാഗ്യശാലികളാണ് നിങ്ങളെല്ലാവരും. और मुझे ये बहुत अच्छा लगा कि आप सब पूरी रीति से मौन में हो. നിങ്ങളെല്ലാം പൂർണ്ണ മൗനമാണ് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. नहीं तो मौन में भी कई बार होता है चलो थोड़ा थोड़ा बोल लेते हैं. आपने तो ओम शांति भी नैनो से की. അല്ലെങ്കിൽ മൗനത്തിലാണെങ്കിലും കുറച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓം ശാന്തി പോലും കണ്ണുകൾ കൊണ്ടല്ലേ പറഞ്ഞത്? नैनो से की ना सबने. കണ്ണുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഓം ശാന്തി. ये तो नई विधि हो गई. ताली तो बजा सकते हैं कि ताली का भी मौन है. കൈ കൊട്ടായിരുന്നു, പക്ഷെ അതിനു കൂടി മൗനമായിരുന്നല്ലോ. हमारी आदरणीय मीठी लक्ष्मी दीदी की ये बहुत बड़ी विशेषता है
कि वो बहुत बाबा की याद में रहती हैं और गहन रीति से और बिल्कुल मौन का उनको बहुत ज़बरदस्त अनुभव है। कई कई लंबा टाइम वो मौन में रही हैं। നമ്മുടെ ലക്ഷ്മി ദീദി ആണെങ്കിൽ മൗനത്തിൽ അത്രയും എക്സ്പേർട്ടാണ്. പിന്നെ അതിൽ പക്കാണ് ദീദി. എത്രയോ ദിവസങ്ങൾ അങ്ങനെ മൗനവ്രതം എടുത്തിട്ടുള്ള അനുഭവമുള്ള ആളാണ് നമ്മുടെ ലക്ഷ്മി ബേൻജി. मैंने कई बार देखा है और कई बार सुना भी है। पीछे भी मैं आई थी दो तीन बार भट्ठी आदि के कारण और अन्य प्रोग्राम के कारण। तब भी यहाँ कई दिन की लगातार 21 दिन की भट्ठी चल रही थी। तो इस धरनी में इस तपस्या के और शक्तिशाली बाबा की याद के और पवित्रता के ज़बरदस्त वाइब्रेशन है। ദീദി പറയുകയാണ്, മുന്നും ഞാനിവിടെ വന്നിട്ടുണ്ട് ഭട്ടിക്കായിട്ടും പ്രോഗ്രാംസിനൊക്കെ ആയിട്ട്. അപ്പോഴും ഇവിടെ ഇത്തരത്തിലായിട്ടുള്ള ഭട്ടികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അത്രയും തപസ്സിൻ്റെ, ബാബയുടെ ഓർമ്മയുടെ ഇങ്ങനെയുള്ള വൈബ്രേഷൻ അതീവ ശക്തിശാലിയായിക്കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. दादी गुलजार सुनाया करते, आप सबको पता ही है, दादी गुलजार दिल्ली में रहा करते पांडव भवन में, और मधुबन जब बाप दादा का आना होता. നിങ്ങൾക്കറിയാലോ, ദാദി ഗുൽസാർ ദാദി ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബാബ മിലൻ സമയത്ത് ദാദി മധുബനത്തിൽ വരുമായിരുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. और दादी यज्ञ की सबसे नंबर 1 संदेशी भी रही. ദാദി യജ്ഞത്തിലെ നമ്പർ 1 സന്ദേശിയുമായിരുന്നു. तो दादी ने एक बार सुनाया कि हमारा ये संदेश में ट्रांस में जाने का, संदेश तो बाद में धीरे धीरे लाने का पार्ट शुरू हो गया, लेकिन ट्रांस में जाने का पार्ट शुरू कैसे हुआ? मौन में रहने से. ദാദി പറയുമായിരുന്നു, ദാദിക്ക് ഈ ട്രാൻസിൽ പോകുന്നതായിരിക്കുന്ന അനുഭവം അതുണ്ടായത് പിന്നീടാണ് സന്ദേശം കൊണ്ടുവരുന്നതായിട്ടുള്ള സിസ്റ്റം തുടങ്ങിയത്. ട്രാൻസിൽ പോകുന്ന സിസ്റ്റം തുടങ്ങിയത് തന്നെ മൗനത്തിൽ നിന്നായിരുന്നു ദാദിയുടെ. कहा कि बाबा हमें प्रोग्राम देते थे कि अभी इतने दिन मौन में रहना है, और हम सब के ग्रुप भी बना दिए जाते थे क्योंकि इतने सारे आपको पता ही है, शुरू में 300 350 बाबा के पास आकर एक साथ रहना शुरू हुए, तो कारोबार भी होती थी, भंडारा भी संभालना होता था, सारे भवन भी संभालने होते थे, तो काम या सेवा तो नहीं छोड़ सकते थे. तो बाबा ग्रुप्स बना देते थे कि इतनों को अभी इतने दिन, 3 दिन या 7 दिन भिन्न भिन्न रीति से बाबा प्रोग्राम देते थे मौन भट्ठी का, कि मौन में ही रहना है, जैसे अभी आप सबने टोटल मौन रखा हुआ है. തുടക്കത്തിൽ ദാദി പറയുകയാണ്, തുടക്കത്തിൽ ബാബയുടെ അടുത്ത് 300-350 ആളുകൾ ഒന്നിച്ചായിരുന്നല്ലോ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കാര്യങ്ങളും ചെയ്യണം, ഭണ്ഡാര നോക്കണം, എല്ലാ സേവയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാബ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകൾക്ക് ഇത്രയും ദിവസം പൂർണ്ണമായ മൗനം, ഇപ്പം നിങ്ങളെങ്ങനെ മൗനരിക്കുന്നോ അതുപോലെ സമ്പൂർണ്ണ മൗനത്തിലിരിക്കുക എന്നുള്ളതായിരിക്കുന്ന സിസ്റ്റം ബാബ അന്ന് ചെയ്യുമായിരുന്നു. तो दादी ने बताया कि माना हमें किसी से ज़रूरी कोई बात कहनी ही है, तो हमको बाबा ने विधि दी थी कि जगह जगह चिट्ठियाँ लटका दी थी. जहाँ भी जो रहते थे ना, भवन थे, तो जैसे नहीं पहले ज़माने में घर में पोस्टमैन जब पोस्ट दे के जाता था लेटर, तो एक खूंटी लकटी रहती थी और उसमें डालते जाते थे. अब तो ईमेल का ज़माना आ गया. उस समय तो ईमेल नहीं होते थे. आपको भी अपनी छोटी आयु में, बड़ों को पता होगा, हमें भी मालूम है, हमारे नाना नाना दादी दादियों के घरों में पोस्टमैन चिट्ठी लाता था ना, तो एक जगह बनी होती थी खूंटी, उसमें डालते जाते थे. तो दादी सुनाती थी कि बाबा ने ऐसे ही चिट्ठियाँ प्लेन ऐसे कुछ, और साथ में पेन धागे से लटका हुआ, वो जगह जगह बाबा ने लगवा दिया, लटकवा दिया. तो माना किसी को बहुत ज़रूरी काम है, कोई बात कहनी है, तो मुख से या इशारे की भी ज़रूरत नहीं है, बस उस चिट्ठी पे लिख दो और लिख के उस तक पहुंचा दो, या सामने आए तो दे दो. तो ऐसे कहा बाबा हमसे मौन रखवाता था. തുടക്കത്തിൽ അത്രയും സ്ട്രിക്റ്റ് മൗനമുള്ള സമയത്ത്, അഥവാ അങ്ങനെ പറയേണ്ട എമർജൻസി ആയിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ
അത് എഴുതിയിട്ട് അതിനു വേണ്ടി ബാബ ഇങ്ങനെ എഴുതാനുള്ളതായിരിക്കുന്ന പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പോസ്റ്റ് വരുന്ന സമയത്ത് പോസ്റ്റ്മാൻ ഇടാൻ വേണ്ടി ഒരു പെട്ടി പോലെ തൂക്കുമായിരുന്നല്ലോ. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതിൽ പെന്നും ഉണ്ടായിരുന്നു, ഈ പേപ്പറും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പറയാനുള്ള വല്ല കാര്യമാണെങ്കിൽ ഒന്നുകിൽ അവിടെ എഴുതിയിട്ട് അതുമ്പോൾ തൂക്കി വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ പാടുള്ളൂ. അല്ലാണ്ട് സൂചന കൊണ്ട് സംസാരിക്കുന്ന പണിയില്ല, ആംഗ്യ ഭാഷയും ഇല്ല, അല്ലെങ്കിൽ സംസാര ഭാഷയും ഉണ്ടായിരുന്നില്ല. അത്ര സ്ട്രിക്റ്റായിട്ട് ബാബ മൗനം എടുപ്പിക്കുമായിരുന്നു. और दादी ने बताया कि हम फिर जब मौन में रहते थे तो हमारा अंदर भी अटेंशन रहता था कि मैं आत्मा बिंदी चमक रही हूँ। ऐसे नहीं मन में कुछ कुछ सोचते रहे इधर उधर की बात, या किसको देखें कि ये तो ऐसे बैठी है या ये तो आया नहीं है, आई नहीं है, तो ऐसे संकल्प भी हम नहीं चलाते थे. ദാദി പറയുന്ന ആ സമയത്ത് ശരിക്കും ഉള്ളിൽ ഞാൻ ആത്മബിന്ദു ബിന്ദുവായി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ മനസ്സിൽ വേറെ യാതൊരു ചിന്തകളും വരില്ല. അവർ ആ കാര്യത്തെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടോ, ഇവർ വന്നിട്ടില്ലേ, ഇവർ ശരിക്കും ഇരിക്കുന്നുണ്ടോ, ഇവർ ശരിക്കും ഇരിക്കുന്നില്ലേ, അങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലാതെ ഞാൻ ആത്മബിന്ദുവിനെ മാത്രം കാണുന്ന സ്വഭാവമായിരുന്നു. क्योंकि अक्सर करके क्या होता है, हम मुख तो बंद कर लेते हैं, पर क्योंकि हमारे कई जन्मों के संस्कार भी हैं ना, और उन्हीं संस्कारों को चेंज करने के लिए तो हम भट्ठी कर रहे हैं. भट्ठी माना ही तपना, भट्ठी माना ही परिवर्तन करना. तो हमारे संकल्प कभी कभी ये बात ऐसे कर लें, ये बात ऐसे कर लें, फलाना कमरे में तो नहीं बैठा है, उसने खाना खाया कि नहीं खाया, ये ठीक नहीं बैठी है, ये नींद कर रही है, वरना कुछ 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 सोचते रहते हैं. और आंखें तो देख लेती हैं ना, अब आँखों को कैसे बंद करेंगे, उसका तो काम ही देखना है. लेकिन चलो देख भी लिया, पर हमारे संकल्प नहीं चले. अंदर हमारी जो स्थिति है वो बार बार इस अभ्यास में रहे कि मैं शरीर हूँ ही नहीं. अब ये बात तो आप सबको पता है अच्छी तरह से, लेकिन मैं इसलिए सुना रही हूँ क्योंकि दादी सुनाती थी कि बाबा हमको बार बार पक्का कराता था, बार बार पक्का कराता था, क्योंकि हमारे कई जन्मों का देहभान का संस्कार है ना, उसे हमें चेंज करना है. तो हमें उसके लिए फिर उतना ही पक्का करना होगा, खुद को बार 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 अंदर ध्यान, आंखें भले बाहर देख रही हैं, फिर अंदर की ओर ले जाओ. ഇപ്പോൾ നമ്മൾ മൗനം പുറത്തെടുത്താൽ പോലും 63 ജന്മത്തിൻ്റെ സംസ്കാരമായി പോയിട്ടുണ്ടല്ലോ സംസാരിക്കുക എന്നുള്ളതും, കാണുക, കേൾക്കുക, ചെയ്യുക. അതുകൊണ്ടൊക്കെ തന്നെ അറിയാതെ ഉള്ളിൽ സങ്കല്പം വന്നു പോവും. അവർ ആഹാരം കഴിച്ചോന്നറിയില്ല, അവർ മുറിയിലെത്തിയിട്ടില്ലല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ അവശ്യമല്ലെങ്കിൽ പോലും മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബാബ ആ കാലഘട്ടത്തിൽ വീണ്ടും 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 ഉറപ്പിക്കുമായിരുന്നു അത്രേ, നീ ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവാണ് എന്ന് വെച്ചാൽ മറ്റൊന്നും നമുക്കില്ല, ഞാനും ആത്മാ എന്നുള്ളതായിട്ടുള്ള ആ ഇതിൽ മുഴുകാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും വീണ്ടും ബാബ അഭ്യസിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളതായിട്ടുള്ള അഭ്യാസം നമ്മളിവിടെ ചെയ്യണം, വീണ്ടും വീണ്ടും ആത്മാ 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 എന്നുള്ളത്. और हमने ये बात खास आपको क्यों सुनाई, और मुझे अनायास याद आई आपके मौन को ही देख करके, कि दादी ने कहा कि ऐसे ही मौन का मुझे प्रोग्राम मिला हुआ था और मैं अपनी आत्म अभिमानी की स्थिति में जैसे अभ्यास में थी, अपने आप को उस कॉन्शियस में लेके मैं खम्बे के सहारे खड़ी हुई थी. चुप रहना था, मौन तो था ही, और अंदर मैं आत्मा हूँ, ये बाबा ने काम दिया था. तो कहा मैं ऐसे सोचते हुए, पिलर होता है ना जैसे, उसके सहारे खड़ी हुई थी और बस उसमें मस्त थी, मैं आत्मा हूँ, मैं आत्मा हूँ. और इतने में ही मैं ट्रांस में चली गई. और धीरे धीरे जैसे ट्रांस में गई ना, तो अपने शरीर की तो सुध बुध नहीं रहती, तो कहा मैं धीरे धीरे खिसकती हुई नीचे ही धरती पे ही बैठ गई खम्बे के सहारे, और मैं ट्रांस में चली गई. നിങ്ങളുടെ മൗനം കണ്ട് ഈ കാര്യം പറയാൻ തുടങ്ങിയതായിരുന്നു. ദാദി പറയാണ്, അങ്ങനെ മൗനത്തിൻ്റെ പ്രോഗ്രാം കിട്ടിയ സമയത്ത് ഞാൻ ആത്മ ബിന്ദു 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 എന്ന് അഭ്യസിച്ചുകൊണ്ട് ദാദി ഒരു തൂണുമ്മ ചാരി ഇങ്ങനെ നിന്നു. അതായത് ഈ ദേഹത്ത് ഇങ്ങനെ വിട്ടുപോകുന്നൊരു ഫീൽഡ് ബിന്ദുവിനെ മാത്രം കണ്ട് ആ തൂണുമ്മ ചാരി നിന്നിങ്ങനെ ഞാൻ ആത്മ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ദാദി ട്രാൻസിൽ പോയി. അപ്പോൾ ദേഹം പതുക്കെ അതിൽ ആ തൂണുമ്മ കൂടെ ഒഴുകി വന്ന് താഴ്ത്തിയിരുന്നു. അത്രയ്ക്ക് ദാദി, അങ്ങനെ ദാദി ട്രാൻസിൽ പോയത്. तो दादी गुलजार का जो ट्रांस में जाने का पार्ट खुला,
वो इस विधि से खुला। फिर धीरे धीरे तो आगे बढ़ता गया। फिर तो बहुत सारे राज भी खुले ट्रांस में जाने से। वो भी आप सब सुनते ही रहते होंगे कि बाबा साकार में ही थे और दादी ने ट्रांस में ही बाबा के उस सूक्ष्म स्वरूप को, एंजेलिक फॉर्म को, चमकते हुए स्वरूप को वतन में देखा। ये राज भी दादी ने ट्रांस में जा करके धीरे धीरे बाबा को सारा सुनाया। അങ്ങനെയായിരുന്നു ദാദിക്ക് ട്രാൻസിൽ പോകുന്നതായിരിക്കുന്ന ഭാഗം ആരംഭിച്ചത്. പിന്നെ ദാദി ട്രാൻസിൽ പോയിക്കൊണ്ടിരുന്നു, പല ഭാഗങ്ങളുമായി വന്നുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പല രഹസ്യങ്ങളും തുറക്കുന്നത്. ദാദി ട്രാൻസിൽ പോയിട്ട് ബാബയെ കാണുന്നതും വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത്തരത്തിൽ ട്രാൻസിൽ പോകുന്നതായിരിക്കുന്ന ആ ഒരു രീതി ആരംഭിച്ചത് തന്നെ ഈ മൗനത്തിൽ നിന്നായിരുന്നു. तो हमारी साइलेंस में बहुत पावर्स हैं और हम जितना साइलेंस में रहते हैं हमारी रूहानी शक्तियाँ बढ़ जाती हैं। इसका ये मतलब नहीं है कि हम ये सोचने लग जाएं कि बाबा मुझे भी ट्रांस में ले जाएगा। वो तो जिसका रोल होगा उसको ले जाएगा, जिससे जो कार्य कराना है उससे कराएगा। बाकी कोई ट्रांस में जाने की इच्छा करने की ज़रूरत नहीं है। അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്തോ നമ്മളും അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാം, ബാബ നമ്മളെ വചനത്തിൽ കൊണ്ടുപോകുന്നു വിചാരിക്കരുത്. സൈലൻസിന് ഒരുപാട് ശക്തിയുണ്ട്, ആ ശക്തികൾ നമുക്ക് കിട്ടും. ആർക്ക് ട്രാൻസിൽ പോകേണ്ട റോളുണ്ടോ അവർ ട്രാൻസിൽ കൊണ്ടുപോകും, ആരെക്കൊണ്ട് എന്ത് കാര്യം ചെയ്യിക്കണോ അത് ചെയ്യിക്കും. പക്ഷെ നമുക്ക് ഈ മൗനത്തിലൂടെ നമ്മുടെ ശക്തികളെ ഉണർത്താനാകും.
तो भट्ठी करना माना स्व का परिवर्तन करना, ये बड़ा आवश्यक है। और हम सब ब्राह्मण दिल से चाहते हैं, कोई भी ऐसा बाबा का बच्चा नहीं है जो अपना परिवर्तन न करना चाहता हो। अब तक कितना परिवर्तन आप जीवन में कर चुके हैं, वो महसूस भी होता है ना। हाँ, कैसे योगी बन गए, ब्रह्मा कुमार बन गए, ब्राह्मण कुलभूषण बन गए, क्या क्या बाबा रोज आपको कितने स्वमानों से सजाता है कि आप ही विश्व कल्याणी हो, बुझाएं हो मेरी। कहाँ से आप कहाँ पहुँच गए, और अब बाबा की और हमारे से क्या आशाएं हैं, ये हम सब जानते हैं। നമുക്കറിയാം നമ്മളെല്ലാവരും ഈ ഭട്ടി ഇരിക്കുക എന്ന് വെച്ചാൽ തന്നെ സ്വപരിവർത്തനമാണ്. നമുക്കറിയാമല്ലോ ഇത്ര കാലമായിട്ട് ബാബ എന്തെല്ലാം പരിവർത്തനങ്ങൾ നമ്മളിൽ കൊണ്ടുവന്നു. ബാബയുടെ പഠിപ്പിലൂടെയും അതുപോലെ മര്യാദകളിലൂടെയും എത്രയോ ധാരണകൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞു, നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭട്ടി ഇരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം സ്വയം അവനവനെ പരിവർത്തനപ്പെടുത്താനാണ്. ഒരു ബ്രാഹ്മണനും സ്വയം പരിവർത്തനപ്പെടാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെത്താൻ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന പ്രക്രിയയാണ് ഭട്ടി. तो इस भट्टी में आप हर एक पहले खुद का निरीक्षण करना, अपनी सेल्फ इंस्पेक्शन करना कि मुझे क्या ज़रूरत है अपना परिवर्तन करने की, किस बात की मुझ आत्मा को परिवर्तन करना है। नहीं तो क्या होता है, हम दूसरे को देखते हैं, ये बदल जाए ना, इसकी ये बात ठीक हो जाए तो सब कुछ ठीक हो जाएगा। माना घर में कोई कहना नहीं मानता है, कोई बच्चा या साथी, हाँ, तो कहेंगे बस बाकी तो सब ठीक है, ये सिर्फ चेंज हो जाए ना तो सब अच्छा हो जाएगा। लेकिन ये भी सोचना ज़रूरत नहीं। ഭട്ടി എന്ന് പറയുന്നത് തന്നെ ആത്മനിരീക്ഷണത്തിനുള്ളതായിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഉള്ളിൽ എന്തെന്ന് പരിശോധിക്കാനും പരിവർത്തനം ചെയ്യാനുള്ളതായിരിക്കുന്ന സമയം. അല്ലെങ്കിൽ സാധാരണ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവർ ശരിയായാൽ കാര്യം എളുപ്പമാവുമെന്ന് വിചാരിച്ചു പോകും. നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ സേവാസാധ്യയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിക്കാത്തവരുണ്ടെങ്കിൽ വിചാരിക്കും ബാക്കിയൊക്കെ ഓക്കെയാണ്, ഇവരൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു, ബാക്കിയെല്ലാം ശരിയാവുമെന്ന് പറയും. അത് മറ്റുള്ളവരെ കുറിച്ച് കാണാൻ. പക്ഷേ ഈ ഭട്ടി നമുക്ക് സ്വയം അവനവനെ പരിശോധിക്കാനും പരിവർത്തനം ചെയ്യാനുള്ളതാണ്. क्योंकि मैं अपनी उन्नति चाहती हूँ। हम बाबा के हर एक बच्चे अपने लिए ही चाहते हैं ना, मेरी उन्नति हो, प्रोग्रेस हो। भले सबके लिए आपके मन में शुभ भावना है, प्यार है, दुआएं हैं, वो तो सारी दुनिया के लिए है, ब्राह्मण परिवार के लिए भी है तो सारे विश्व के लिए भी है। लेकिन वो भी फलीभूत तब होंगी जब पहले मेरी अपने प्रति होगी। तो मुझे क्योंकि परिवर्तन होना है, मेरी उन्नति बहुत आवश्यक है। अगर मैं स्वयं की नहीं कर सकी तो मैं औरों की कैसे कर सकूंगी। നമുക്ക് ആദ്യം ആവശ്യം അവനവൻ്റെ പരിവർത്തനമാണ്. അവനവൻ്റെ പരിവർത്തനം വരുമ്പോൾ ബാക്കിയുള്ളത് തന്നെത്താനായിട്ട് വരും. അതുകൊണ്ട് ആദ്യം ഈ ഭട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം എന്നെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നതാണ്. तो भट्टी माना ही सेल्फ प्रोग्रेस, कि मेरी यहाँ से इन 3 दिनों में 4 दिनों में अपने आप खुद अंदर देखो कि मेरी आत्मा की उन्नति कितनी हो रही है, और मेरी तपस्या की जो लगन है वो पहले से कितनी बढ़ गई है, तो मेरा परिवर्तन सहज हो पाएगा. അതുകൊണ്ട് ഈ 3-4 ദിവസത്തിൽ നോക്കണം എൻ്റെ പരിവർത്തനം എനിക്ക് എത്ര കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം ആയിരുന്നു, അതിൽ നിന്ന് ഞാൻ എത്ര ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഉന്നതി കൊണ്ടുവരാനായിട്ട് ഈ ഭട്ടിയിൽ സാധിക്കും. क्योंकि परिवर्तन के लिए शक्ति बहुत ज़रूरी है. കാരണം പരിവർത്തനം ചെയ്യണമെങ്കിൽ ശക്തി ആവശ്യമാണ്. और रूहानी शक्ति बाबा की याद से ही आती है, और कोई दूसरा तरीका नहीं है. ആത്മീയ ശക്തി ബാബയുടെ ഓർമ്മയിലൂടെയാണ് വരുന്നത്, മറ്റൊന്നിലൂടെയല്ല. इसलिए देखो रोज बाबा हमें कहते हैं मुझे याद करो, मुझे याद करो. एक भी दिन ऐसा नहीं है जिस दिन बाबा ने हमें ये ना कहा हो. अभी जबकि हमको पता है ये बात, बाबा को भी पता है कि बच्चों को पता है, सबको पता है ना कि बाबा ने एक ही पाठ पक्का कराया है, मुझे याद करो. कई बार बाबा ये भी कहते हैं अच्छा कोई कुछ नहीं कर सकता, मुझे याद तो कर सकता है ना.
तो कितना बाबा देखो हमें पक्का कराता है, लेकिन फिर भी बाबा कहता रहता है माना तो अभी हमें और अपनी याद की परसेंटेज बढ़ाने की ज़रूरत है. ഓർമ്മയിലാണ് ശക്തി. അതുകൊണ്ടാണ് നോക്കൂ, ഒരു ദിവസം പോലും ബാബ നമ്മുടെ അടുത്ത് എന്നെ ഓർമ്മിക്കൂ ഓർമ്മിക്കൂ എന്ന് പറയാത്തതായിരിക്കുന്ന ദിവസമില്ല. എല്ലാ ദിവസവും പറയുന്നുണ്ടായിരിക്കും. ബാബയെ ഓർമ്മിക്കണം എന്നുള്ളത് നമുക്കും മനസ്സിലായിട്ടുണ്ട്. കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കണം എന്നറിയാമെന്നുള്ള കാര്യം ബാബയ്ക്കും അറിയാം. എന്നിട്ടും ബാബ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓർമ്മയിലാണ് ശക്തിയുള്ളത് എന്ന് വെച്ചാൽ അർത്ഥം ഓർമ്മയുടെ ശതമാനം ഇനിയും നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. तो इस समय तो आपको फुल चांस है और कुछ तो करना ही नहीं है. हाँ, और जब फुल चांस है तो उसका पूरा लाभ उठाना है. और एक दो को आपस में जब देखो भी, चाहे क्लास में आते हो चाहे भोजन पर जाते हो, तो उसी आत्मिक दृष्टि से देखो. ഈ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ചാൻസാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ചാൻസിന് പൂർണ്ണമായിട്ടും ലാഭം എടുക്കണം. ഇവിടെ നിന്ന് പോവേ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും, ആഹാരം കഴിക്കുക പോവേ വരികയാണെങ്കിലും കാണുമ്പോൾ ആത്മാവിനെ കാണണം. മറ്റൊരാളെ നോക്കുകയാണെങ്കിൽ പോലും ആത്മാവിനെ നോക്കണം. और दूसरी विशेष बात, भट्ठी में, भट्ठी माना ही तपना. हाँ? आपकी भाषा में भट्ठी को क्या कहते हैं मुझे मालूम नहीं. जैसे ओवन होता है उसमें पकाते हैं, हाँ, इंग्लिश में तो भट्ठी को ओवन कहेंगे. और वैसे भट्ठी जलती है, कोयले की भी जलती है, दूसरी भी जलती है. तो उसमें कोई भी चीज़ डालते हैं तो क्या हो जाती है, पक जाती है. और जब पक जाती है तो उसका नाम भी चेंज हो जाता है. पहले आटा होता है, फिर रोटी कहते हैं ना. ऐसे हर चीज़ का टेस्ट भी बदल जाता है, रंग भी बदल जाता है, सब कुछ बदल जाता है. तो मतलब ही यही कहने का है कि वो तो फिज़िकल फॉर्म में है, छोटे रूप से है, स्थूल रूप से है, किसी न किसी अन्य रूप से है. लेकिन हमारा बाबा परिवर्तन आत्मिक रूप से चाहता है, और बातों से नहीं चाहता है. कि चलो और बातें भी आत्मिक रूप से होंगी तो उसका प्रभाव आएगा कि हमारा बोलना वैसा होगा, देखना वैसा होगा. लेकिन वो सब का जो बेस है वो हमारी आत्मा की शक्ति को बढ़ाने से ही है. ഭട്ടി എന്ന് പറയുന്നത് തന്നെ ചൂള തന്നെയാണ് പറയുക. ഇംഗ്ലീഷിൽ ഓവൻ എന്ന് വേണമെങ്കിൽ പറയാം. ദീദി പറയും, നമ്മുടെ ഭാഷയിൽ എന്താ പറയാൻ ദീദിക്ക് അറിയില്ലതുകൊണ്ട് ദീദി ഓവൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചൂള എന്ന് പറയാം. ചൂളയിലിട്ടെടുക്കുന്ന എന്ത് സാധനമാണെങ്കിലും അത് രൂപം മാറും, നിറം മാറും. ആഹാരമാണെങ്കിൽ അതിൻ്റെ രുചി മാറും, നിറം മാറും, പേര് മാറിപ്പോവും. വെക്കുന്നത് മാവാണെങ്കിൽ വെന്തെടുക്കുന്നത് റൊട്ടിയായിരിക്കും. അങ്ങനെ പൂർണ്ണമായ പരിവർത്തനമാണ് ശരിക്കും ചൂളയിലിടുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അത് സ്ഥൂലമായിരിക്കുന്ന സാധനമാണ്, സ്ഥൂലമായിരിക്കുന്ന മാറ്റമാണ്. ബാബ ഇവിടെ നമുക്ക് ഈ ഭട്ടിയിൽ ആത്മീയമായിരിക്കുന്ന മാറ്റം, ആന്തരികമായിരിക്കുന്ന മാറ്റം, ആന്തരികമായിരിക്കുന്ന മാറ്റം നടക്കുമ്പോൾ അതിൻ്റെ പ്രഭാവം കൊണ്ട് ബാഹ്യമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആന്തരികമായിരിക്കുന്ന മാറ്റമാണ് ബാബ ഉദ്ദേശിക്കുന്നത്. तो अभी ये लक्ष्य रखना कि मुझे अपना आत्म निरीक्षण करना है, अंदर झांकना है. इस टाइम मुझे बाहर कुछ बोलने या सुनने देखने की ज़रूरत नहीं है. मैं अंदर झांकूं और खुद को देखूं कि मैं कौन सी बात अंदर से मैं आत्मा इच्छा रखती हूँ अपने परिवर्तन की, या मेरे लिए कौन सा परिवर्तन बड़ा ज़रूरी है. कई बार हम सोचते रहते हैं मेरी ये आदत चेंज नहीं होती है. मान लीजिए किसी में आलस्य का संस्कार है, या अलबेलापन है, या अन्य कुछ है. मैंने तो छोटा सा मिसाल दिया. ऐसे हर एक के अंदर भिन्न भिन्न होता है, और खुद को व्यक्ति जानता भी होता है कि मेरी ये आदत मेरे को बहुत परेशान करती है या हैरान करती है. तो खुद की खुद देखो कि मुझे अपनी कौन सी बात को चेंज ज़रूरी करना ही है. ഈ ഭട്ടിയിൽ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് പോകണം. നമ്മുടെ ഉള്ളിൽ പോയിട്ട് പരിശോധിച്ച് നോക്കണം, എൻ്റെ ഉള്ളിൽ എന്താണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉന്നതി കൊണ്ടുവരലായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവം മാറ്റാൻ നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് മാറ്റാനായിരിക്കാം. ഉദാഹരണം പറയണ ആലസ്യാന്ന് വിചാരിക്കാം. ആലസ്യമോ അശ്രദ്ധയോ അങ്ങനെ എന്താണെങ്കിലും ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഏതൊരു ബലഹീനത കുറവാണെങ്കിലും അതിനെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി അതെല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും അവനവൻ്റെ ബലഹീനത എന്താണെന്ന് അറിയാം.
അത് ഉള്ളിൽ പോയിട്ട് കണ്ടെത്തി പരിവർത്തനം ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ളതായിരിക്കുന്ന സമയമാണ് ഈ ഭട്ടി. तो जब इस रीति से आप सोचेंगे और खुद को देखेंगे तो ये पक्की बात है, आपको अंदर लगन लग जाएगी कि मेरा ये परिवर्तन होना ही चाहिए और होगा ही. അത്തരത്തിൽ നിങ്ങൾ രുചിയോടെ ഉള്ളിൽ പോയി നോക്കുകയാണെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ലഹരി കയറും നമുക്ക്. എൻ്റെ ഉള്ളിൽ ഈ പരിവർത്തനം കൊണ്ടുവന്നേ തീരൂ എന്നുള്ളതും അത് വരികയും ചെയ്യുമെന്ന്. जब कोई बात को हम बहुत बारीकी से और बार बार सोचते हैं ना, तो वैसा होना सहज होता है. मैं इस पर एक हंसी की बात सुनाती हूँ आपको. मुरली में आप सब ने सुनी हुई है, साकार बाबा की मुरलियों में बाबा ने कई बार वो मिसाल दिया है कि जब बाबा कहते हैं ना बच्चे अपने को आत्मा समझो, हाँ देह याद नहीं आए, तो कभी कभी कोई कोई सोचता है ये बड़ा मुश्किल है, कैसे करूँ, मैं बिंदी आत्मा हूँ. तो बाबा मिसाल सुनाते हैं, आपको याद आ जाएगा अभी, कि किसी योगी ने किसी आदमी को कहा, क्योंकि वो भी योग सीखने आया था, लौकिक दुनिया का मिसाल है, तो कहा तुम भैंस हो तो तुम सोचो मैं भैंस हूँ. तो उसने कहा अच्छा, कहा बोलो मैं भैंस हूँ. तो कहा अच्छा, तो बोला मैं भैंस हूँ मैं भैंस हूँ. तो उसको बार बार याद कराया कि पक्का करो कि मैं भैंस हूँ मैं भैंस हूँ. अब वो बार बार सोचने से तो उसको वही कॉन्शियस बन गई. तो उसको कहा अच्छा अभी कमरे से बाहर आओ, और कमरे का दरवाज़ा छोटा था. कहता है कैसे आऊँ, मैं तो भैंस हूँ. क्लियर हुई ये बात? क्लियर हुई? ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സൂക്ഷ്മത്തിൽ മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരുന്നത് എളുപ്പമാവും. അതിനൊരു ഉദാഹരണം ബാബ മുരളിയിൽ പലപ്പോഴും പറയാറുണ്ടല്ലോ, കുട്ടികൾ എനിക്കത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം ബാബ പറയാറുണ്ട്. ലൗകിക ലോകത്തിലെ ഉദാഹരണമാണ്. നിങ്ങൾ മുരളിയിൽ കേട്ടിട്ടുണ്ടാവും, ഒരാൾ തൻ്റെ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഞാൻ കാളയാണ്, ഞാൻ എരുമയാണെന്ന് വിചാരിക്കാൻ. അങ്ങനെ വിചാരിച്ച് അവസാനം എരുമയാണെന്ന് പറയാൻ പറഞ്ഞു വിചാരിച്ചു. അയാളുടെ കോൺഷ്യസ് അതിന് ചേഞ്ചായി. അത് കഴിഞ്ഞ ശേഷം മുറിയിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ വാതിൽ ചെറുതാണ്. അപ്പം ഞാനെങ്ങനെ പുറത്തു വരും, ഞാൻ എരുമയല്ലേ എന്ന് ചോദിച്ചു എന്ന് ബാബ മുരളിയിൽ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഓർമ്മ വരുന്നില്ലേ ഈ കാര്യം പറയുമ്പോൾ? तो बाबा ये मिसाल इसलिए देता है कि देखो वो है नहीं भैंस, फिर भी वो सोचते सोचते उसको वही कॉन्शियस बन गई, जबकि वो है नहीं. तो हम तो बाबा के बच्चे आत्मा हैं, ये रियलिटी है. और अगर हम सोचेंगे बार बार मैं आत्मा हूँ, तो क्या हम सोल कॉन्शियसनेस में नहीं आ सकते? आ सकते हैं ना नेचुरली, कोई मुश्किल नहीं है. इसलिए बाबा ये एग्जाम्पल कई बार मुरलियों में सुनाते हैं. അയാൾ വാസ്തവത്തിൽ എരുമയായിട്ടില്ല, പക്ഷെ അയാളുടെ ബോധതലത്തിൽ അയാൾ എരുമയായിപ്പോയി. അതുകൊണ്ട് അയാൾക്ക് പുറത്തു വരാൻ പറ്റാത്തൊരു ഫീലായിപ്പോയി. നമ്മളാണെങ്കിൽ അത് സത്യമല്ല, നമ്മളാണെങ്കിൽ സത്യത്തിൽ ആത്മാക്കളാണല്ലോ. അതുകൊണ്ട് ഞാൻ ആത്മാ എന്നുള്ളതായിരിക്കുന്നു കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് നമുക്കത് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അതുപോലെ ആവാൻ പറ്റുന്നതേ ഉള്ളൂ. तो हमारी अपनी अंदर इतनी एकाग्रता बनती जाए, क्योंकि भट्टी या तपस्या माना मन की एकाग्रता. കാരണം നമ്മുടെ ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കണം. ഭട്ടി അഥവാ തപസ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. अब यहाँ बैठे हैं हॉल में, तो मन कहाँ रहना चाहिए? यहाँ ही रहना चाहिए. നമ്മളിപ്പോൾ ഇവിടെ ഈ ഹാളിൽ ഭട്ടിയിലിരിക്കുകയാണല്ലോ, മനസ്സ് എവിടെയായിരിക്കണം? ഇവിടെ ഈ ഹാളിലുണ്ടായിരിക്കണം. ऐसे नहीं बाहर क्या हो रहा होगा, शाम का समय है, ठंडी हवा है, थोड़ा घूमते तो अच्छा था. अरे घूमते तो रहते ही हो ना, आज तो बट्टी योग कर रहे हो तो योग का पूरा लाभ लेना है ना हमको, तो और कुछ थोड़ा सोचना है. ऐसे कोई भी बात ख्याल में आ जाती है तो क्योंकि वो आदत है, तो अभी उसको ही धीरे धीरे चेंज करना है, उस थॉट को हटा देना है. ഉദാഹരണം പറയുകയാണ്, സന്ധ്യയായി, കുറച്ച് ഇരുട്ട് പരന്നു തുടങ്ങി, പുറത്ത് നല്ല അന്തരീക്ഷം, ഒന്ന് പുറത്ത് കറങ്ങാൻ നന്നായിരുന്നു. ഇങ്ങനെ എന്ന് വെച്ചാൽ അർത്ഥം പുറത്തന്നെയല്ലേ കറങ്ങുന്നുണ്ടായിരുന്നത് ഇത്ര കാലവും, ഇന്നല്ലേ ഇപ്പോൾ ബട്ടിയിൽ അകത്തിരിക്കുന്നത്. അപ്പോൾ അകത്തിരിക്കുന്ന ഈ നിമിഷത്തെ നമുക്ക് ഫലീഭൂതാക്കാൻ ഇവിടെ ഇരിക്കണം, പുറത്തലയരുത്. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒരു കാര്യത്തിലും നമ്മുടെ മനസ്സ് പുറത്തലയാനായിട്ട് വിടരുത്. ऐसे भी होता है ना,
मैंने तो खाना खा लिया, इसने खाया या नहीं खाया, या इसने क्यों नहीं खाया, वो कहाँ होगा, क्या क्या हम सोच लेते हैं जिसकी ज़रूरत ही नहीं होती सोचने की। तो हमें अपनी थॉट्स की क्वालिटी को बढ़ाना है। ഒരു കാര്യമില്ല നമുക്ക് വേറൊരാൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഡ്യൂട്ടി ഇല്ല. എന്നാലും നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അവർ കഴിച്ചാവില്ല, അവ കണ്ടില്ലല്ലോ കഴിക്കുന്നത്, എന്തേ കഴിച്ചില്ല, എവിടെയാ പോയത്, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മനസ്സലയാൻ പോവും. അതുകൊണ്ട് അതിനെ നമുക്ക് ഇല്ലാതാക്കണം. दादियाँ सुनाती हैं कि हमको भी बाबा बट्ठी कराता था ना बीच बीच में, तो बाबा हमको, ताकि हमारा ध्यान ऊपर रहे, इधर उधर ना जाए, परम धाम की तरफ रहे, तो बाबा कई बारी हमारी यहाँ से धागा बांध देता था, गोल्डन गोटा आता है ना, गोल्डन कुछ भी, और कोई भी ऐसी चीज़ जो दे, रस्सी नहीं, रस्सी अच्छी नहीं लगती देखने में, वरना रस्सी के समान समझो, तो यहाँ से बांध देता था बालों से और ऊपर छत के, ताकि हमको ध्यान रहे, नीचे ध्यान ना जाए। अभी मान लीजिए हमारा कोई कुछ यहाँ से बांध दे तो ध्यान कहाँ जाएगा, ऊपर ही जाएगा ना, या हाथ बांध दे तो नेचुरली ऊपर की तरफ जाएगा ना। तो बाबा इसलिए ये कराता था ऐसी ऐसी प्रैक्टिस, ताकि अभ्यास पड़ जाए कि मन को कहाँ हमें टिकाना है, मन इधर उधर ना जाए. ദാദിമാർ പറയുകയാണ് അനുഭവത്തിൽ, ബാബ തുടക്കത്തിലിരിക്കുമ്പോൾ, ഭട്ടിയിലിരിക്കുമ്പോൾ കുട്ടികളുടെ ഇവിടെ മുടി, നെറുകയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് മേലെ സ്വർണ്ണ കളറിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും ചരട് പോലുള്ള അങ്ങനെ എന്തോ സാധനങ്ങൾ കൊണ്ട് മേലെ ടെറസിൽ ടോപ്പിൽ മേൽക്കൂരയിൽ കെട്ടി വെക്കുമായിരുന്നു എന്ന്. അപ്പം മേൽക്കൂരയിൽ കെട്ടി വെച്ചാൽ സ്വാഭാവികമായിട്ടും ശ്രദ്ധ എവിടെയായിരിക്കും ഉണ്ടാവുക, മുകളിലല്ലേ. അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ താഴേക്ക് വരികയോ ചെയ്യരുത്, പരംധാമത്തിലേക്ക് പോകണം. അതിനു വേണ്ടിക്കൊണ്ട് ബാബ ഇത്തരത്തിൽ പോലും ചെയ്യിപ്പിക്കുമായിരുന്നു. അത്രയ്ക്ക് കുട്ടികളുടെ ഏകാഗ്രത കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് ബാബ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. अभी तो ऐसा कर नहीं सकते हम, हाँ? आपने ऐसी बातें सुनी थी, ये वाली बात सुनी थी किसी ने पहले? ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുന്നെപ്പോഴെങ്കിലും? तो दादी ने सुनाया, कमल मणि दादी एक दिन सुना रहे थे, कहा बाबा हमको पट पे बिठा देता था, तब कुर्सियों पे नहीं बैठता था कोई भी। ये तो आजकल थोड़ा अब स्थान भी हो गए हैं, सिस्टम भी हो गया है, सबके शरीर भी ऐसे हो गए हैं। पहले तो सब पट पे बैठते थे, हम लोग भी शुरू में पट पे बैठते थे, और स्टेज पे भी बैठते थे तो चौकड़ी लगा के संदली पे बैठते थे। ये तो अब सोफे कुर्सियों पे बैठने लगे हैं। तो दादी कहती थी कि हमको बाबा खुला खुला बिठा देता था, दूर दूर थोड़ों को बिठाता था, ताकि एक दो की तरफ भी ध्यान ना जाए, इतना बाबा को अटेंशन रहता था। और साथ में रस्सी बांध दी जाती थी। तो ये प्रैक्टिस से क्या होता था कि दादी कहती थी सचमुच हम एकदम बिल्कुल हम इस दुनिया में हैं, हमें ये भी याद नहीं रहता था. ദാദി പറയുകയാണ്, അന്ന് ഇപ്പോഴല്ലേ ഈ കസേരയിലും സോഫയിലൊക്കെ ഇരിക്കലായത്. അന്ന് ആരും കസേരയിലും സോഫയിലും ഒന്നല്ല, നിലത്ത് വിരിപ്പിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ദീദിയുടെയും ആദ്യകാലത്തൊക്കെ നിലത്ത് വിരിപ്പിലായിരിക്കണം. ഇപ്പോൾ സിസ്റ്റം മാറി, സൗകര്യങ്ങളായി, പിന്നെ പലരുടെയും ശരീരത്തിന് താഴെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥകളായി. അതുകൊണ്ടൊക്കെയാണ് ഈ സോഫ, അല്ലെങ്കിൽ സ്റ്റേജിലാണെങ്കിൽ പോലും ഗദ്യല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നല്ല വിസ്താരത്തിലിരുത്തും. ഒരാൾക്ക് മറ്റൊരാൾ ഇതിന് യാതൊരു രീതിയിലും ശ്രദ്ധ പോലും വരാത്ത രീതിയിൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഇരുത്തിയിട്ട് തല മേലെ കെട്ടിയിട്ടും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ബാബ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. और इतना बाबा हमको, हम योग में पक्के हो जाएं एकदम, तो संदेशी जब भोग लगाने जाती थी या बाबा कभी भेजता था, जाओ बच्ची ट्रांस में जाओ, सामने बैठी है योग कराने के लिए, या योग कराने वाली कोई बहन बैठी है, तो वो अचानक ट्रांस में चली जाती थी। और जब ट्रांस से वापस आती थी तो आके बता देती थी ये फलानी आत्मा, फलानी बहन या जो भी है, इसका बुद्धि योग कहाँ था। अब आप सोचो ये कितना बड़ा टेस्ट है, हाँ? अगर ये टेस्ट हम पास कर सकते हैं, हम तो डर जाएंगे, सोच में पड़ जाएंगे, अरे मेरी मनोस्थिति या मेरा मन कहाँ है, इसको पता पड़ जाएगा। तो शुरू में ऐसे भी टेस्ट सबके हुए कि हर एक को ये रहता था कि अचानक संदेशी जाएगी वतन में और आके बता देगी,
बाबा इस बच्चे का फलाना या बच्ची का जो भी सामने योग कर रहे हैं, शुरू में तो यज्ञ वत्स सरेंडर वाले ही थे ना, बाहर वाले तो कोई स्टूडेंट के रूप से आते नहीं थे, समर्पित वाले ही थे जो बट्ठी करते थे। ये 14 वर्ष की बट्ठी के समय की सारी बातें मैं आपको सुना रही हूँ। तो कहा कि वो संदेशी बता देती थी, तो अंदर सबको थोड़ा कॉन्शियस रहती थी कि मैं ठीक बैठूं, मना मेरे थॉट इधर उधर नहीं जाने चाहिए। वैसे भी चेहरे से भी पता लग जाता है, कहते हैं ना फेस इज द इंडेक्स ऑफ माइंड। अभी हम भी बैठते हैं मान लिया जाए और हमारी एकाग्रता नहीं है, तो हमारा चेहरा बोलता है ना, पता लगता है ना कि थोड़ा सा इसका मन जरा टिक नहीं रहा है। हाँ, तो ऐसे ये तो हम बाहर से देख लेते हैं, लेकिन वो संदेशी तो वतन से ही वो मैसेज ले आती थी कि फलाने का योग लगा हुआ था ही नहीं। പണ്ടായിരുന്നപ്പോൾ ബാബ ആദ്യകാലത്തെ 14 വർഷ തപസ്സിൻ്റെ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൻ്റെ കാര്യം പറയുകയാണ്. അന്ന് പുറമെന്ന് വന്ന് ക്ലാസ് കേട്ട് പോകുന്ന ആരും ഉണ്ടായിരുന്നില്ലല്ലോ. സറണ്ടറായിട്ട് യജ്ഞത്തിലുള്ളവർ മാത്രമേ തപസ് ചെയ്യുന്നതായിട്ടുള്ള സമയം. ആ സമയത്ത് മുന്നിൽ സന്ദേശികൾ അല്ലെങ്കിൽ അങ്ങനെ യോഗ ചെയ്യിപ്പിക്കാൻ ഇരിക്കുന്നവർ, ബാബ എന്ത് ചെയ്യുന്ന വെച്ചാൽ സന്ദേശികൾ ഇടയ്ക്ക് വചനത്തിൽ പോയിട്ട് സന്ദേശം കൊണ്ടുവരും. അപ്പം ആ സമയത്ത് ആരുടെയെങ്കിലും ബുദ്ധി എവിടേക്കെങ്കിലും പുറത്തലയാനോ വേറെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ സന്ദേശി വന്ന് പറയുമായിരുന്നു എല്ലാവരുടെ അടുത്തും, ബാബ ഈ കുട്ടി യോഗ ചെയ്യായിരുന്നില്ല, ഈ കുട്ടിയുടെ മനസ്സ് ഇവിടെയായിരുന്നു എന്ന് വന്ന് സന്ദേശി പറയുമായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുള്ളിൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുന്നിലിരിക്കുന്ന ആൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് വന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അലർട്ടാവും, പേടിച്ചു പോകും എന്നുള്ളത്. അന്ന് അങ്ങനെയൊക്കെ ബാബ ചെയ്യിപ്പിക്കുമായിരുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ. ഇപ്പോഴും നമുക്ക് മുന്നിലിരിക്കുന്ന ആളുടെ അവസ്ഥ കാണുമ്പോൾ അവർക്ക് ശ്രദ്ധയില്ലെങ്കിൽ അത് മനസ്സിലാവും. പക്ഷെ അന്ന് സന്ദേശികൾ വന്ന് നേരിട്ട് ആ കാര്യം പറയും കൂടെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടം. तो मैंने कमलमणि दादी से कहा, दादी फिर तो आपका योग बड़ा अच्छा लगता होगा, अंदर डर भी रहता होगा कि मेरा मन कहीं जाना नहीं चाहिए। कहती हाँ, हम लोग अंदर से सोचते थे और अपने ऊपर अटेंशन रखते थे कि कहीं जरा भी मन गया और बता दिया संदेशी ने या किसी ने कि कोई भी, हाँ बाबा को किसी भी तरीके से पता लग गया तो ये तो अच्छा नहीं रहेगा। तो एक टीचर की रीति से भी हमको बाबा का ये ख्याल आता था कि हमको ये अपना ध्यान जो है अपने संकल्प के ऊपर, मीन्स मुख्य रूप से कि मेरे को अपने बैठक तो हम ठीक रखते ही हैं, बाहरी रूप तो हम ठीक रखते हैं ना, रख लेते हैं, तो संकल्प पर भी मुझे अपना इतना अटेंशन देना है, ऐसे हम सबका ध्यान रहता था। और इसीलिए हमारी वो तपस्या बहुत पावरफुल रही। അപ്പോൾ ദാദിയുടെ അടുത്ത് ചോദിച്ചത്ര, കമൽ സുന്ദർ ദാദിയുടെ അടുത്ത്, ദാദി അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്ഥിതി വളരെ നന്നായിരുന്നിരിക്കുമല്ലോ ആ സമയത്തെന്ന് ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു, ആ ശരിയാണ്, കാരണം എപ്പോഴും ചിന്തയുണ്ടാകുമായിരുന്നു, എൻ്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും സന്ദേശമോ ആരിലൂടെയെങ്കിലും ബാബയ്ക്ക് ആ കാര്യം അറിയാൻ പറ്റുക എന്ന് പറയുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഒരിക്കലും മനസ്സ് എവിടെയും പോവാതെ ധ്യാനത്തിൽ മുഴുകാൻ വേണ്ടിക്കൊണ്ട് നല്ല ശ്രദ്ധയും ആ സമയത്തുണ്ടായിരുന്നു. ഇരിക്കുന്നത് ശരീരത്തിനൊക്കെ നമുക്കൊരേ സ്ഥിതിയിൽ അനങ്ങാതിരുത്താനൊക്കെ പറ്റും, പക്ഷെ മനസ്സ് എവിടേക്കും പോവാതിരിക്കണമല്ലോ. ആ ശ്രദ്ധ കൂടി ആ കാലഘട്ടത്തിൽ, സങ്കല്പത്തിൻ്റെ മേലെ കൂടി പൂർണ്ണമായിരിക്കുന്ന ശ്രദ്ധ ആ കാലഘട്ടത്തിൽ തപസ്സിലുണ്ടായിരുന്നു എന്ന്. तो आप सब भी तो आगे जाने वाली आत्माएं हो ना, पीछे थोड़ा रहना है, क्योंकि अब समय तो थोड़ा है। भले आपको 86 वर्ष नहीं हुए, थोड़ा टाइम मिला, पर बाबा ने आपको ही वरदान दिया है, फास्ट जाओ फर्स्ट आओ। നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്ന ആത്മാക്കളല്ലേ, ആരും പിന്നോട്ട് പോകുന്നവരൊന്നും ഇല്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ട് 86 വർഷമൊന്നും നമ്മൾ ഉണ്ടായിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടിക്കൊണ്ടാണ് ബാബ വരദാനം തന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് പോയിട്ട് ഫസ്റ്റ് എത്തണം എന്നുള്ള വരദാനം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. तो कई बार कई भाई बहने कहते हैं ना, बाबा को भी रूरिहान करते हैं दिल की, या दादियों के आगे या दीदियों के आगे सवाल रखते हैं, हमको थोड़ा 14 वर्ष की बट्ठी का चांस मिला है, हम तो अभी आए हैं, अब थोड़े दिन की करते हैं, लेकिन बाबा ने ये चांस तो दिया है ना आप सबको। तो इसी चांस को ही इतना पावरफुल बना लो कि ये संकल्प ही ना आए, ऐसे बट्ठी करो लगन से, प्यार से, अंदर रियलाइजेशन करते हुए, जो आपको फिर ये आएगा ही नहीं कि मेरी बट्ठी की कोई कमी रह गई।
ചില കുട്ടികൾ ബാബയോട് പറയുമല്ലോ, ഞങ്ങൾക്കൊന്നും 14 വർഷം പട്ടിരിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ബാബ, ആ സമയത്തൊന്നും ഞങ്ങൾ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ടാണ് ഈ ചാൻസ് ബാബ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭട്ടിയിലിരിക്കുമ്പോൾ അത്രയും ശക്തിശാലിയായിട്ട് ഇരിക്കണം. ഇനി ഒരിക്കൽ ഭട്ടിയുടെ ചാൻസ് എനിക്ക് കിട്ടിയില്ല എന്നൊരു ചിന്ത പോലും നിങ്ങൾക്ക് വരരുത്. ആ രീതിയിലുള്ള ശക്തിശാലിയായിരിക്കുന്ന ഭട്ടി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കണം. ठीक है ना? हाँ, आप सब तो समझदार बैठे हो, बहुत भाग्यशाली हो, और चेहरा भी बता रहा है कि अंदर बड़ी लगन है. हमको भी देखकर बहुत खुशी हो रही है. നിങ്ങളാണെങ്കിൽ വളരെ ബുദ്ധിശാലികളും നല്ല സമർത്ഥരായിരിക്കുന്ന മക്കളാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ലഹരി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ദീദിയും വളരെയധികം സന്തോഷിക്കുകയാണ്. ഓം ശാന്തി. जब तुझको